ഡൽഹിയിലെ ഔദ്യോഗിക വസതിയിൽ നിന്ന് കെട്ടുകണക്കിന് പണം കണ്ടെത്തിയതിനെ തുടർന്ന് വിവാദത്തിലായ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ പേര് 2018 CBI രജിസ്റ്റർ ചെയ്ത ഒരു കേസിലും പരാമർശിച്ചിരുന്നതായി റിപ്പോർട്ട്. സിംബോലി ഷുഗേഴ്സ് എന്ന സ്ഥാപനത്തിനെതിരെ രജിസ്റ്റർ ചെയ്ത കേസിലാണ് വർമ്മയുടെ പേര് പരാമർശിച്ചിരിക്കുന്നത്. സിംബോലി ഷുഗേഴ്സിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ വസതിയിൽ തീപിടുത്തമുണ്ടായതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം. ഈ സമയം അദ്ദേഹം വീട്ടിലുണ്ടായിരുന്നില്ല. ഫയർഫോഴ്സ് സംഘം കെട്ടുകണക്കിന് പണം കണ്ടെത്തിയെന്ന് വിവരം വന്നെങ്കിലും ഡൽഹി ഫയർ സർവീസ് മേധാവി അതുൽ ഗാർഗ് ഇത് പിന്നീട് നിഷേധിച്ചു. തീ കെടുത്തിയ ശേഷം സ്ഥലം പോലീസ് ഏറ്റെടുത്തെന്നാണ് അതുൽ ഗാർഗ് പറഞ്ഞത്. എത്ര രൂപയുണ്ടെന്നതിന് ഔദ്യോഗിക ഭാഷ്യമില്ലെങ്കിലും ജസ്റ്റിസ് വർമ്മയെ അലഹബാദിലേക്ക് മാറ്റുന്നുവെന്ന തരത്തിൽ വാർത്ത വന്നപ്പോൾ തന്നെ സ്ഥലം മാറ്റത്തിൽ പ്രതിഷേധിച്ച് അവിടുത്തെ ഹൈക്കോടതി ബാർ അസോസിയേഷൻ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ 15 കോടിയോളം രൂപ കണ്ടെത്തിയെന്നാണ് പറയുന്നത്. മാർച്ച് 14-നാണ് ജസ്റ്റിസ് വർമ്മയുടെ ഔദ്യോഗിക വസതിയിലെ സ്റ്റോർ മുറിയിൽ തീപിടുത്തമുണ്ടായത്. രാത്രി 11:43 അഗ്നിരക്ഷാസേന എത്തി. തീപിടിച്ച ചാക്കുകൾക്കിടയിൽ കറൻസി നോട്ടുകൾ കിടക്കുന്ന നിലയിലാണ് കണ്ടെത്തിയതെന്നാണ് വിവരം. നശിച്ച സാധനങ്ങളിൽ കോടതിയുമായി ബന്ധപ്പെട്ട രേഖകളും സ്റ്റേഷനറിയും ഉണ്ടായിരുന്നതായി ജസ്റ്റിസ് വർമ്മയുടെ ജീവനക്കാരൻ അറിയിച്ചു. തീപിടുത്തത്തിൽ ആർക്കും പരിക്കേൽക്കാതിരുന്നതിനാൽ FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല. എന്നാൽ കറൻസി നോട്ടുകൾ കിടക്കുന്നതിന്റെ വീഡിയോ റെക്കോർഡ് ചെയ്ത് ഡൽഹി പോലീസിലെ മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് അയച്ചു കൊടുത്തിരുന്നു. അവർ സർക്കാരിനെയും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെയും വിവരമറിയിച്ചു. സംഭവത്തിൽ ചീഫ് ജസ്റ്റിസ് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ് ആണ് പരാതിക്കാർ. വ്യാജ വായ്പ പദ്ധതിയുടെ പേരിൽ ബാങ്കിനെ തട്ടിച്ചു എന്നായിരുന്നു പരാതി. 2012 ജനുവരി മുതൽ മാർച്ച് വരെ OBCയുടെ ഹാപ്പൂർ ശാഖയിൽ നിന്ന് 5762 കർഷകർക്കായി 148.59 കോടി രൂപയാണ് വിതരണം ചെയ്തത്. വളവും വിത്തുകളും വാങ്ങാൻ കർഷകരെ സഹായിക്കാനായിരുന്നു ഈ പണം കർഷകരുടെ വ്യക്തിഗത അക്കൗണ്ടിൽ എത്തുന്നതിന് മുൻപ് ഒരു എക്സ്ട്രാ അക്കൗണ്ടിൽ സൂക്ഷിക്കാനായിരുന്നു ധാരണ. സിംബോലി ഷുഗർ മിൽസ് ആണ് ഈ വായ്പയ്ക്ക് ഗ്യാരണ്ടി നിന്നത്. സിംബോലി ഷുഗർ മിൽസ് വ്യാജ KYC രേഖകൾ സമർപ്പിച്ച് പണം തട്ടുകയായിരുന്നുവെന്ന് ദേശീയ മാധ്യമങ്ങൾ FIR ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്തു. 2015 മാർച്ചിൽ ഇത് തട്ടിപ്പാണെന്ന് OBC വ്യക്തമാക്കുകയും ചെയ്തു. 2024 ഫെബ്രുവരിയിലാണ് CBI പുതിയ അന്വേഷണം നടത്താൻ തുടങ്ങിയത്. വായ്പാ തിരിച്ചടവ് മുടങ്ങിയിട്ടും 2009-2017 വരെ എന്തുകൊണ്ടാണ് സിംബോലി ഷുഗർ മിൽസിനെ ബാങ്കുകൾ വായ്പ നൽകിയെന്നായിരുന്നു CBIയുടെ അന്വേഷണം. എന്നാൽ അതേ വർഷം മാർച്ചിൽ സുപ്രീം കോടതി അലഹബാദ് ഹൈക്കോടതിയുടെ അന്വേഷണ ഉത്തരവ് സ്റ്റേ ചെയ്തു.